ഹായ് ഹലോ ഈ കാണുന്ന 1 മണി എന്ന് പറയുന്നത് ഉച്ച സമയമല്ല, വെളുപ്പിന് 1 മണിയാണ്. അപ്പോൾ നമ്മളിവിടെ വെളുപ്പിന് 1 മണിക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, ഒരു മാസം അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകണം. അപ്പോൾ ട്രെയിനിൽ പോകുന്നതുകൊണ്ട് നമ്മൾ 2 ദിവസം എടുക്കും എത്താൻ അവിടെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ദിവസത്തെ ഫുഡ് നമ്മൾ കരുതും, രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേന് നമ്മുടെ കേരളം എത്തും, അവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കേടാവാത്ത ഫുഡ് വേണമല്ലോ കരുതാനായിട്ട്. അപ്പം ലെമൺ റൈസൊക്കെയാണ് സാധാരണ കൊണ്ടുപോകാറ്. അപ്പം ലെമൺ റൈസൊന്നും അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് രാത്രിയിലത്തേക്ക് വേണ്ടിയാണ് ചപ്പാത്തിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ ആയിരുന്നേ ഉണ്ടാക്കിയത്. പാവയ്ക്ക മെഴുക്കുവരട്ടി ആകുമ്പോൾ കേടാവില്ലല്ലോ. എന്ത് മെഴുക്കുവരട്ടി വെച്ചാലും അധികം ഉരുളൻകിഴങ്ങൊന്നും എടുക്കാതിരിക്കുന്നത് നല്ലത്. പാവയ്ക്ക വെണ്ടയ്ക്കൊക്കെ നമുക്ക് സുഖമായിട്ട് മെഴുക്കുവരട്ടി വെച്ചാൽ ഒരു ദിവസമൊക്കെ ഇരിക്കുവേ. അത് കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും മുളക് ചമ്മന്തിയുമാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നമ്മൾ തലേന്നേ ഇച്ചിരി നേരത്തെ അരച്ച് വെച്ചിരുന്നു. നേരത്തെ അരച്ചില്ലെങ്കിൽ തന്നെ പുളിക്കും, കാരണം ഇവിടെ നല്ല ചൂടുണ്ട്. അപ്പം ഇഡ്ഡലി മുളക് ചമ്മന്തിയും കൂടെ കൊണ്ടുപോയത്. നമ്മുടെ തേങ്ങ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു പേടി, ചൂടൊക്കെ ആയതുകൊണ്ട് ഇനി കേടായി പോകുമെന്നൊക്കെ പേടിച്ചിട്ട് പിന്നെ മുളക് ചമ്മന്തി ആക്കി. കടലക്കറി ആയിരുന്നു വെച്ചത്, കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ കടലക്കറി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നിവിടെ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളും കൂടെ തുറക്കുവാണ്. വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് തന്നെയാണ് ഈ സ്കൂളും തുറക്കുന്നത്. അപ്പോൾ അവർക്ക് കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചത് 2:15 ഇപ്പം 1 മണിയായപ്പം തുടങ്ങിയ പരിപാടിയാണ്. 1 മണിയല്ല, ആക്ച്വലി 12:30 ആയപ്പോഴേ തുടങ്ങിയതാണ്. അങ്ങനെ അവർ പെട്ടിയൊക്കെ പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി എല്ലാം സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇനി നമ്മൾ പാക്ക് ചെയ്യുവാണ്. അപ്പം വാഴയില തിരക്കിയിട്ട് നമുക്ക് വാഴയില കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഫോയിൽ പേപ്പറിലാണ് എല്ലാം ചെയ്യുന്നത്. ചോറ് പൊതിയാൻ വേണ്ടിയിട്ടാണ് വാഴയില തിരക്കിയത്, അതൊട്ട് കിട്ടിയതുമില്ല. പിന്നെ ചോറൊരു പാത്രത്തിലെടുത്തു, ചപ്പാത്തി മെഴുക്കുവരട്ടിയും എല്ലാം നമ്മളൊരു ഫോയിൽ പേപ്പറിലാക്കിയതിന് ശേഷം ചോറൊരു പാത്രത്തിലെടുത്തു. ചോറിന് കൂട്ടാനായിട്ട് ഈ പാവയ്ക്ക മെഴുക്കുവരട്ടിയും ഒരു ടിന്നിൻ്റെ അകത്ത് കുറച്ച് തൈര് എടുത്തിരുന്നു, ചമ്മന്തിപ്പൊടി, അച്ചാറും. ഇതായിരുന്നു ഉച്ചക്കത്തേനുള്ള അവരുടെ ആഹാരം. പിന്നെ രാത്രിയിലത്തേക്കാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. ഇങ്ങനെ ദിവസങ്ങൾ കറക്റ്റ് നമ്മൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോയി. ചേട്ടനും പോയി ഓഫീസിൽ, കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയി, അച്ഛനും അമ്മയും പോയി. ഞാൻ കഥയെല്ലാം കുറ്റിയിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എത്രത്തോളം നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ആ ഒരു തോന്നൽ വന്നത്. അപ്പോൾ അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അനക്കമാണ് വീട്ടിൽ. നമ്മളേറ്റവും വലിയ മടിച്ചിയായി മാറുന്നതും അപ്പം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അവർ ഇറങ്ങുമായി, അവരങ്ങനെ കറക്റ്റ് പോവുകയൊക്കെ ചെയ്യാണ്. അപ്പം പിന്നെ കുഞ്ഞ് അവർക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. ഒരു 2 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും ഇല്ല. 2 മണിക്കൂർ ഉറങ്ങിയൊന്നുമില്ല, കിടന്നു. അത് കഴിഞ്ഞിട്ട് കടലയും ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി. അവന് 7 മണിയാകുമ്പോൾ, മോന് 7 മണിയാകുമ്പോൾ വണ്ടി വരും. അങ്ങനെ അവനെ എല്ലാം പറഞ്ഞു വിട്ടു. മോളും പോയി സ്കൂളിൽ. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.